നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് പൈനാപ്പിൾ പുഡിംഗ് ഉണ്ടാക്കുന്നത് നോക്കാം. പൈനാപ്പിൾ ഇഷ്ടമുള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഡിഷാണിത്. അതിനു മുമ്പ് പാചകം ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. ഞാനിവിടെ 1.5 കപ്പ് പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല മധുരമുള്ള പഴുത്ത പൈനാപ്പിൾ ആണ്. ഇതിലേക്ക് നമുക്ക് 2 സ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊരു 10 മിനിറ്റ് ഇങ്ങനെ വെക്കാം. നമുക്ക് ഈ പൈനാപ്പിൾ ഒരു പാനിലേക്ക് മാറ്റിയിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കണ്ട, കാരണം ഇതിന്റെ ഉള്ളിൽ നിന്ന് തന്നെ വെള്ളം വരും. ആ പഞ്ചസാരയൊക്കെ പൈനാപ്പിളിന്റെ ഉള്ളിലേക്ക് പിടിച്ച് പൈനാപ്പിൾ ഒന്ന് വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നത് വരെ ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. ആദ്യം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടായിന്ന് തോന്നുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയാൽ മതി കേട്ടോ. കണ്ടില്ലേ, ഇതിലുള്ള വെള്ളം തന്നെ മതി ഇത് വേവാനായിട്ട്. ഇപ്പൊ വെള്ളമൊക്കെ വറ്റി പൈനാപ്പിൾ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. മധുരമൊക്കെ അതിന്റെ ഉള്ളിലേക്ക് നല്ലതുപോലെ പിടിച്ചിട്ടുണ്ടാവും. ഒത്തിരി അങ്ങോട്ട് ഡ്രൈ ആയിട്ട് എടുക്കണ്ട, ഒന്ന് വെള്ളമൊക്കെ മാറി കഴിയുമ്പോൾ മാറ്റാം. ഇനി നമുക്ക് 2 കപ്പ് പാല് തിളപ്പിക്കണം. ഇതിലേക്ക് ഞാൻ 3.5 സ്പൂൺ പഞ്ചസാര ചേർക്കാണ്. ഒരു 2 സ്പൂൺ മിൽക്ക് മെയ്ഡ് കൂടെ ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും മിൽക്ക് മെയ്ഡും ഒക്കെ മധുരത്തിനനുസരിച്ച് ചേർത്തോളൂ. ഇനി ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. പാല് റെഡിയായി, ഫ്ലെയിം ഓഫ് ചെയ്യാം. പൈനാപ്പിൾ ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ്. ഞാനിവിടെ 6 ഗ്രാം ജലാറ്റിൻ എടുത്തിട്ടുണ്ട്. ഇത് നല്ല ചൂട് വെള്ളത്തിൽ നല്ലതുപോലെ അലിയിച്ചെടുക്കാം. ജലാറ്റിൻ അല്ലെങ്കിൽ അഗർ എടുക്കാം. അത് അളവും വെള്ളമൊക്കെ നിങ്ങൾ ഏത് പാക്കറ്റാണോ മേടിക്കുന്നത് അതിന്റെ മുകളിൽ ഉണ്ടാവും. അപ്പൊ അതിൽ പറഞ്ഞതുപോലെ ചെയ്താൽ മതി. ഇതിപ്പോ നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ജലാറ്റിൻ ചേർക്കാം. ഇത് നമുക്ക് ഒരു ട്രേയിലേക്ക് മാറ്റിയിട്ട് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഫ്രിഡ്ജിൽ ഒരു 3 മണിക്കൂർ വെച്ചാൽ ഒന്ന് സെറ്റായി കിട്ടും. അതിനുശേഷം അടുത്ത ലെയർ ചെയ്യാം. ഞാനിവിടെ പൈനാപ്പിൾ ഫ്ലേവേർഡ് ജെല്ലി എടുത്തിട്ടുണ്ട്. ഇത് ജെല്ലി പുഡിംഗ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഷോപ്പിലൊക്കെ മേടിക്കാൻ കിട്ടും. നിങ്ങൾക്ക് ജെല്ലി പുഡിംഗ് ഇഷ്ടമുണ്ടെങ്കിൽ ഇത് ചെയ്താൽ മതി കേട്ടോ. ഇതിലേക്ക് ആദ്യം ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അലിയിച്ചെടുക്കണം. അതിനുശേഷം നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിന്റെ അളവുകളൊന്നും ഞാൻ പറയണില്ല, അത് നമ്മൾ മേടിക്കണം പാക്കറ്റിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അതിന്റെ മുകളിലുള്ള നോക്കിയിട്ട് അതുപോലെ ചെയ്താൽ മതി. അപ്പൊ ഞാൻ പൈനാപ്പിൾ പുഡിംഗ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു. ഇതൊന്ന് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിലായിട്ട് നമുക്ക് ആ ജെല്ലി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഫ്രിഡ്ജിൽ 3-4 മണിക്കൂർ ഒന്ന് സെറ്റ് ആവാനായിട്ട് വെച്ചാൽ മതി. പുഡിംഗ് റെഡിയാവും. അപ്പോ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പൈനാപ്പിൾ പുഡിംഗ് ആയിരുന്നു. ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. Thank you. Happy cooking.